കോഴിക്കോട് ലോ കോളേജിലേക്ക് പോവുകയാണ്. അവിടെ KSU പ്രതിഷേധം തുടരുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരത്തെ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാനൊക്കെ നേരത്തെ ശ്രമിച്ചിരുന്നു. രാവിലെ ഇവിടെ KSU SFI സംഘർഷമുണ്ടായി. യൂണിയൻ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ടാണ് KSU പ്രതിഷേധിക്കുന്നത്. അവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സസ്പെൻഷൻ നടപ്പിലാക്കാൻ പ്രിൻസിപ്പൽ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് അവരുടെ വലിയ പ്രതിഷേധം. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള പെരുമാറ്റം, മർദ്ദനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ പ്രതിഷേധം തുടരുകയാണോ? പ്രതിഷേധക്കാരെ പോലീസിന് മാറ്റാൻ കഴിഞ്ഞില്ലേ? അനുജ, നിലവിൽ ഈ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിരവധി പ്രവർത്തകരാണ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിച്ചത്. നിലവിൽ പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് മാറ്റുകയാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ SFI പ്രവർത്തകരായ 2 പേരെ, അതിൽ യൂണിയൻ ഉൾപ്പെടുന്നവരുണ്ട്, അവരെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഒരു ഉറപ്പ് പ്രിൻസിപ്പൽ നൽകിയതാണ്. പക്ഷേ നിലവിൽ അവർ സച്ചിൻ ദേവ് MLA പങ്കെടുക്കുന്ന യൂണിയൻ ഇനോഗ്രേഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ പ്രിൻസിപ്പൽ തയ്യാറാകുന്നില്ല എന്നാരോപിച്ചാണ് നേരത്തെ പ്രിൻസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ വെച്ച് KSU പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. നിലവിൽ അവിടെ നിന്ന് KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് താഴേക്ക് മാറ്റിയിട്ടുണ്ട്, ലോ കോളേജിന്റെ താഴേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ ഉന്തും തള്ളും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുറച്ച് പ്രവർത്തകരെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. യൂണിയൻ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് ചില തർക്കം ഈ ലോ കോളേജിന് സമീപത്ത് വെച്ച് SFI KSU പ്രവർത്തകർ തമ്മിൽ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ കൊടി കെട്ടാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ SFIക്കാർ മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോപണം. പക്ഷേ KSU പ്രവർത്തകർ തങ്ങളെയാണ് മർദ്ദിച്ചതെന്ന് SFI പ്രവർത്തകരും ആരോപിക്കുന്നു. ഏതായാലും ഇരുവിഭാഗത്തിലെയും 2 പേർക്ക് വീതം പരിക്കു പറ്റിയിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. നിലവിൽ 4 പേർ ആശുപത്രിയിലുമാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതി KSU പ്രവർത്തകർ പ്രിൻസിപ്പലിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെ പുറത്താക്കാം, സസ്പെൻഡ് ചെയ്യാമെന്നുള്ളൊരു ഉറപ്പ് പ്രിൻസിപ്പൽ KSU പ്രവർത്തകർക്ക് നൽകിയത്. പക്ഷേ നിലവിൽ ആ ഉത്തരവ് പാലിക്കപ്പെടുന്നില്ല. സച്ചിൻ ദേവ് MLA പങ്കെടുക്കുന്ന യൂണിയൻ ഇനോഗ്രേഷനിൽ ഈ പുറത്താക്കാമെന്ന് ഉറപ്പ് കൊടുത്ത പ്രവർത്തകരും പങ്കെടുക്കുന്നു. അതിനാൽ ആ ഒരു യൂണിയൻ ഇനോഗ്രേഷൻ തങ്ങൾ തടയും. സസ്പെൻഷൻ ഉത്തരവ് നടപ്പിലാക്കാൻ പ്രിൻസിപ്പൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാന പരാതി. KSUവിന്റെ പ്രതിഷേധം തുടരുകയാണ്. പ്രിൻസിപ്പലിനെതിരെയാണ് നിലവിൽ പ്രതിഷേധിക്കുന്നത് KSU പ്രവർത്തകർ.